എനിക്ക് ഈ കാന്തപുരം മുസ്ലിയാർ എന്ന് പറയുന്നത് ആരുമല്ല എനിക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നലെയാണ് ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകളുടെ ആത്മകഥ എന്നുള്ള ഒരു ബുക്ക് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് പ്രകാശനം ചെയ്ത് പുറത്തിറങ്ങിയത്. ഈ ബുക്ക് പുറത്തിറങ്ങിയപ്പോൾ പല ആളുകൾക്കും അസ്വസ്ഥതയുണ്ടാക്കിയിട്ടുണ്ട് എന്ന് നെറ്റിൽ കയറിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. അത് വായിക്കുമ്പോൾ പല ആളുകൾക്കും പല ബുദ്ധിമുട്ടുകളും വരുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. ഷെയ്ഖുന സുൽത്താനുൽ ഉലമയുടെ ആത്മകഥയിൽ ചിലപ്പോൾ അത് മുഴുവനായിട്ട് വായിക്കുമ്പോൾ പലർക്കും പല അസ്വസ്ഥതകളും വരും. കാരണം അത്രയധികം പ്രയാസപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം ഉണ്ടായിട്ടുള്ളത്. ഈ അടുത്ത കുറച്ചു കാലങ്ങൾക്ക് മുമ്പൊക്കെ വളരെയധികം പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എല്ലായിടങ്ങളിലും, വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും അദ്ദേഹം ഏത് മേഖലകളിൽ എവിടെ പോയിട്ട് കൈകാര്യം ചെയ്യുകയാണെങ്കിലും അതിൻ്റെ പിന്നിൽ നിന്ന് കുത്തിയ ഒരുപാട് ആളുകളുണ്ട്. ചിലപ്പോൾ അവരുടെ പേരുകളും അവരുടെ കാര്യങ്ങളും ഒക്കെ അതിന് വരുമ്പോൾ അവരൊക്കെ അസ്വസ്ഥതപ്പെടുത്തും എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. നാം അത് വായിച്ചിട്ടില്ല, നമുക്കത് കിട്ടിയിട്ടുമില്ല. ഏതായാലും നമ്മുടെ കമാൽ ബാഷ ആ ബുക്ക് വായിച്ചപ്പോ കമാൽ ബാഷ കാന്തപുരം ഉസ്താദിനെ പറയുകയാണ്, അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡ് അതുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡ് അതുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന് അത്രയുള്ളൂ സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം അത് ചേകനൂര് വധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ചേകനൂര് വധവുമായി ബന്ധപ്പെട്ട് സുൽത്താനുൽ ഉലമയെ പ്രതി ചേർത്ത് അതിലൊരുപാട് ഉസ്താദ് അവറുകളെ വേദനിപ്പിക്കുകയും ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഒരു സമയത്ത് വളരെയധികം ലോക മുസ്ലിമീങ്ങൾ അഖിലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകർ വളരെയധികം പ്രാർത്ഥിച്ച ഒരു സമയമുണ്ടായിരുന്നു. ഉസ്താദ് അവറുകളെ അതിൽ പ്രതി ചേർത്തുകൊണ്ട് വളരെയധികം പ്രയാസപ്പെടുത്തിയ സമയത്ത്. അപ്പോൾ എന്നാൽ അന്ന് കമാൽ ബാഷയല്ലേ, അന്ന് കമാൽ ബാഷ ഡ്യൂട്ടിയിലുള്ള ആളല്ലേ, ഇപ്പോഴല്ലേ റിട്ടയർഡ് ആയത്. അന്ന് കമാൽ ബാഷ ഡ്യൂട്ടിയിലുള്ള ആളാണല്ലോ. എന്തുകൊണ്ട് അന്ന് ഇതൊന്നും അദ്ദേഹത്തിനേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല? അതല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ഈ പറയുന്നത് പോലെ ആണെങ്കിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ആ കാര്യങ്ങൾ അന്ന് ഡ്യൂട്ടിയിലിരിക്കുക അയാളെ കൊണ്ട് ചെയ്യാൻ സാധിച്ചില്ല? അതിന് സത്യമില്ല എന്നുള്ള കാര്യം അപ്പോൾ തന്നെ ഉറപ്പല്ലേ. എന്നിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ട് ആ ബുക്ക് വായിച്ചപ്പോൾ, ആ സുൽത്താനുൽ ഉലമയുടെ ആത്മകഥ എന്നുള്ള ആ ബുക്ക് വായിച്ചപ്പോൾ ആരെ അസ്വസ്ഥതപ്പെടുത്തി? നമ്മുടെ കമാൽ ബാഷയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും കമാൽ ബാഷ അതിൽ കയറി വരും. ചേകനൂര് വധവുമായി ബന്ധപ്പെട്ട് ഉസ്താദ് അവറുകളെ പ്രതി ചേർത്തപ്പോൾ അതെങ്ങനെയായാലും കമാൽ ബാഷ കയറി വരും. ആ കമാൽ ബാഷ കയറി വന്നപ്പോ കമാൽ ബാഷക്ക് ഒരു വിഷമം. അപ്പൊ കമാൽ ബാഷ എന്ത് ചെയ്യുക? കാന്തപുരം ഉസ്താദിലേക്ക് നേരെ തിരിയുകയാണ്. എന്നിട്ട് കമാൽ ബാഷയുടെ സ്ഥാനം, ആ സ്റ്റാൻഡേർഡ് ഇല്ലാതാക്കുക. കമാൽ ബാഷ ഈയുടെ പല പ്രസംഗങ്ങളും നമ്മൾ യൂട്യൂബിലും മറ്റുമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഈ തരം താഴ്ന്ന വാക്ക് കേട്ടപ്പോ അദ്ദേഹത്തിന് ഇത്ര വിവരമുള്ളൂ എന്നുള്ളത് ചില സമയങ്ങളിൽ നാം ചിന്തിച്ചു പോകും. കാരണം സുൽത്താനുൽ ഉലമ AP ഉസ്താദ് പറഞ്ഞ വിഷയം എന്ത്? AP ഉസ്താദ് തന്നെ ആ ബുക്ക് പ്രകാശനം ചെയ്യുന്നതിന്റെ ആ സമയത്ത് ഉസ്താദ് അവറുകൾ ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. ആ പ്രസംഗത്തിൽ ഉസ്താദ് അവറുകൾ പറയുന്നുമുണ്ട്, എൻ്റെ അടുക്കൽ വന്നിട്ട് ഇവരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എനിക്ക് 10 വയസ്സ് മുതൽ ഇങ്ങോട്ടുള്ള എൻ്റെ ജീവിത കഥകൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഓർമ്മയിൽ ഉള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് വലിയൊരു പ്രയാസം വന്നു. ആ പ്രയാസം വന്നപ്പോൾ എനിക്ക് ഓർമ്മയിൽ ചിലത് നിൽക്കാത്തതുണ്ട്. അത്
പിന്നെ അവരോട് പറഞ്ഞിട്ടുണ്ടാവില്ല. അതല്ലാത്ത വിഷയങ്ങൾ എൻ്റെ ഓർമ്മയിൽ 10 വയസ്സിൽ നിന്നിട്ടുള്ളത്, എൻ്റെ ഓർമ്മയിലുള്ളതൊക്കെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്ന്. പിന്നെ ഇനി അതിൽ വല്ല സംശയങ്ങളോ വല്ല ബുദ്ധിമുട്ടുകളോ വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കൂടാതെ നിങ്ങൾ അത് ചോദിച്ച് അത് മനസ്സിലാക്കണം. എന്താണ് എന്നുള്ളത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം എന്നുള്ളത് വരെ ഉസ്താദ് അവറുകൾ അവിടെ പ്രകാശനം ചെയ്ത സമയത്ത് പ്രസംഗിക്കുകയുണ്ടായി. നമ്മളൊക്കെ കേട്ടവരാണ്, ലൈവിൽ നാം എല്ലാവരും കേട്ടവരാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുവരെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ ബുക്ക് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്ത് പുറത്തിറങ്ങി കമാൽ ഭാഷക്ക് കിട്ടിയപ്പോൾ കമാൽ ഭാഷയുടെ കുരു പൊട്ടി, കമാൽ ഭാഷ പുറത്തിറങ്ങി. കമാൽ ഭാഷക്ക് ചെറിയൊരു തകരാറ് സംഭവിക്കുകയാണ് അതിന്. അപ്പൊ കമാൽ ഭാഷ ഇപ്പൊ ഇനി കാന്തപുരം ഉസ്താദിന്റെ നേർക്ക് അതിൽ പറയുകയാണ്, ഇനി അതിന് കൂടുകയാണ്. അതിൽ കൂടിയിട്ട് കാര്യമില്ല. കാരണം ഉസ്താദവറുകൾക്കുണ്ടായ അനുഭവങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുകയാണ്. അത് കമാൽ ഭാഷ ഡ്യൂട്ടിയിൽ ഉള്ള അദ്ദേഹത്തിനും ഒന്നും ചെയ്യാൻ കഴിയാതെ ഇപ്പൊ റിട്ടയർഡ് ആയിക്കൊണ്ടുവന്ന് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് ഇപ്പോൾ പറയുന്നത് മുഴുവനും കെട്ടുകഥയാണ് എന്നുള്ളത്. കമാൽ ഭാഷ ഇനി എന്താ വിഷയത്തിൽ പറയുകയാണെങ്കിലും അത് എല്ലാവരും മനസ്സിലാക്കുന്നതാണ്. കമാൽ ഭാഷ പറയുന്നത് കെട്ടുകഥയാണ്, അതിനോടൊപ്പം കെട്ടുകഥയുണ്ടാക്കുകയാണ് എന്നുള്ള കാര്യം അത് ഉറപ്പാണ്, യഥാർത്ഥമാണ്. കമാൽ ഭാഷ ഉണ്ടാക്കുന്നത് കെട്ടുകഥയാണ് എന്നുള്ളത്. കാരണം ഈ വിഷയം കമാൽ ഭാഷക്ക് കൊണ്ടപ്പോൾ, ഈ കമാൽ ഭാഷ അതിൽ കയറി വന്നപ്പോൾ, കമാൽ ഭാഷ ഇനി ആ വിഷയത്തോടനുബന്ധിച്ച് ഷെയ്ഖുനയുടെ പേരിൽ കെട്ടുകഥയുണ്ടാക്കിക്കൊണ്ട് ഫിതനയുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളത് നമുക്കത് കേട്ടാൽ മനസ്സിലായി പോവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിതനകള് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തട്ടെ. കാരണം വലിയ ഫിതനകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്നയാളാണ് കാന്തപുരം ഉസ്താദ് അവറുകള്. എല്ലാ ഫിതനയിൽ നിന്ന് എന്നിട്ടാണോ ഇനി ഇതൊക്കെ എന്തര വിഷയങ്ങളിൽ നിന്ന് ഉസ്താദ് കഷ്ടപ്പെട്ടതുപോലെ ഇന്ന് കേരളത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഇന്ത്യയിലുണ്ടോ? ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോ? അത്ര എല്ലാവരും കൂടെ കഷ്ടപ്പെടുത്തിയില്ലേ? എന്തെല്ലാം വന്ന സമയത്ത്, ഷാറു മുബാറക്ക് വന്ന സമയത്ത്, ഷാറുഖ് മുബാറക്ക് വന്ന സമയത്ത് എത്ര ഉസ്താദിനക്ക് കിട്ടിയ അയാള് അന്ന് അയാളടുത്ത് ആ ഷാറു മുബാറക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നടന്നവർ തന്നെ ഷാറു മുബാറക്ക് ഉസ്താദിനക്ക് കൊടുത്ത അയാളടുത്ത് അത് എത്തും, അയാളത് മുബാറക്കായ കൈയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച ആളുകൾ തന്നെ ഉസ്താദിനിക്ക് അദ്ദേഹം കൊടുത്തപ്പോ പിന്നെ അയാളെടുത്തുള്ളതും ഷെയർ മാറിപ്പോയി. അയാളെടുത്തുള്ളതും അപ്പൊ ഷെയർ മാറിപ്പോയി. ഇങ്ങനെ പലതും പലതും സംഭവിച്ചതായിട്ട് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഫിത്നകളെ തൊട്ടും ശർറുകളെ തൊട്ടും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ യഥാർത്ഥത്തിൽ ഒരുപാട് കേസുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ മറക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇത് ഞാൻ അതങ്ങ് ഒഴിവാക്കിയതാണ്. പക്ഷേ ഞാൻ ഇനിയിപ്പോൾ കുറച്ച് സമയം എനിക്ക് 2 ദിവസം ചിലവാക്കണമെന്നുള്ളേ ഉള്ളൂ. അത് ഞാൻ വിശദമായിട്ട് ഞാൻ അതിലങ്ങ് എഴുതും. വേറെ കുഴപ്പമൊന്നുമില്ല. കാരണം അത് റെക്കോർഡായിട്ട് വരട്ടെ. ഇപ്പോൾ ഏതായാലും ഇത് മുമ്പേ വന്നത് നന്നായി. ഞാനത് ആദ്യം പ്രസിദ്ധീകരിച്ചിരുന്ന് പോയിരുന്നെങ്കിൽ ഇതെനിക്ക് പറയാൻ ഒരു വേദി കിട്ടത്തില്ലല്ലോ. ഇപ്പോൾ ഏതായാലും അതിനൊരു വേദി ഉണ്ടായി. ഒരിക്കലും എൻ്റെ ഉത്തരവുകൾ ശരി എന്ന് ഞാൻ സ്ഥാപിക്കാൻ പാടില്ലാത്തതാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ മാത്രമാണ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. അല്ലെങ്കിൽ ഞാനിത് പറയത്തുമില്ല. കാരണം ഇതേപോലെയൊക്കെ എഴുതി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റെക്കോർഡല്ലേ. ഒരാൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലൊക്കെ ഇതുപോലുള്ള വർത്തമാനം എഴുതി വെക്കുക, കമാൽ പാഷ ഗൂഢാലോചന നടത്തി എന്നൊക്കെ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ കാന്തപുരം മുസ്ലിയാർ എന്ന് പറയുന്ന ആരുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും മന്ത്രിമാരായാലും ഞാൻ പറയാനുള്ള കാര്യം ആരെക്കുറിച്ചായാലും പറയും. പിന്നാന്നോ കാന്തപുരം? എനിക്കെന്തോ ഇതിനകത്ത്? ഞാൻ അദ്ദേഹം എൻ്റെ ആത്മീയ നേതാവോ അതൊന്നുമല്ല. ഞാൻ ആ ഗ്രൂപ്പിലൊന്നും ഉള്ള ആളുമല്ല. ഞാനൊരു മുസ്ലിമാണെന്നുള്ളത് ശരിയാണ്, പക്ഷേ അതിലൊന്നും പെടുന്ന ആളല്ല. ഞാൻ ജമാഅത്ത് ഇസ്ലാമിയാണെന്നോ പിന്നെ ഈ ഏതാണ്ട് വേറെയൊക്കെ ഉണ്ടല്ലോ, മുജാഹിദാണോ അല്ലെങ്കിൽ ഈ സുന്നി EK ആണോ AP ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതൊന്നുമല്ല. ഞാനൊരു മുസ്ലിമാണെന്ന് എനിക്കറിയാം. എനിക്ക് ഈ ഗ്രൂപ്പും അതൊന്നുമില്ല. എനിക്ക് ഇദ്ദേഹം എൻ്റെ ആരുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം.
എന്തായിരിക്കും ഈ ചേകനൂർ കേസിനപ്പുറത്ത് താങ്കളുമായുള്ള ഈ ഈ സ്വരച്ചേർച്ചയില്ലായ്മയ്ക്ക് കാരണം? അതറിയത്തില്ല. ചിലപ്പോൾ ഈ ഇടതുപക്ഷക്കാരെ ഞാൻ ഒരുപാട് വിമർശിക്കാറുണ്ട്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വിമർശിക്കുന്നതല്ലാതെ എനിക്ക് വേറെ കുഴപ്പമൊന്നും ഉള്ളതല്ല. മുഖ്യമന്ത്രിക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനാണെന്നോ അല്ലയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്താ കാര്യമെന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. ചിലപ്പോൾ ഇത് വല്ല രാഷ്ട്രീയ ലക്ഷ്യവും വെച്ചുകൊണ്ടായിരിക്കും. അതൊന്നും ഈ പ്രശ്നമല്ലെന്നേ എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്കെന്താ ഇത്? ഇതൊക്കെ ഞാൻ യഥാർത്ഥത്തിൽ സത്യത്തിൽ ഈ ഈ ഇതുണ്ടല്ലോ, ഈ ട്രൈബൽ ഇതിനൊന്നും ഞാൻ മറുപടി പറയേണ്ടതേ അല്ല. പിന്നെ ഇത് നിർബന്ധമായിട്ട് ചോദിച്ചുകൊണ്ട് ഒരു ചാനലിൽ ഇതൊക്കെ എഴുതി വന്ന് കാണിച്ചത് കൊണ്ട് മാത്രം ഞാനിതിന് അങ്ങ് തയ്യാറായി പോയതാണ്. അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും മറുപടി ട്രൈബൽസ് ഇതാര് നോക്കാനാണ് ഇതൊക്കെ?